അവിടുന്ന് നിരുപാധികമായിട്ടുള്ള ജാമ്യം നേടിയിരിക്കുകയാണ്. എന്തായാലും വ്യാജ പരാതി ഒരു ഭാഗത്ത് ഉയർത്തിക്കൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത കോൺഗ്രസ് നേതൃത്വത്തിനും ഇതൊരു തിരിച്ചടിയായിരിക്കുകയാണ്. നമുക്കൊപ്പം പ്രിന്റു മഹാദേവ് തന്നെ ചേരുകയാണ്. എന്താണ് ഈ ഒരു പരാതിയുടെ ഒരു അടിസ്ഥാനം? എന്താണ് അവർ ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ? എന്തായാലും കോടതിയെ തള്ളിയിരിക്കുകയാണ് അല്ലെ? തീർച്ചയായും ഈ നവരാത്രി ദിനങ്ങളിലാണ് നമ്മളെല്ലാവരും, ഞാനും നവരാത്രി വ്രതത്തിലാണ്, കുറച്ച് വിഷമം പിടിച്ച നവരാത്രി ദിന വ്രതത്തിലായിരുന്നു ഞാൻ. കാരണം ഈ തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ പോരാട്ട വിജയമായിട്ടാണ് ഞാൻ ഈ ജാമ്യത്തെ കാണുന്നത്. ഈ വലിയ രീതിയിലുള്ള നുണപ്രചരണങ്ങളും കുപ്രചരണങ്ങളും അതിന് രണ്ടു കൂട്ടരാണ് കൂട്ടുന്നത്. ഒരു പറ്റം മാധ്യമ പ്രവർത്തകരും അതിന് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി എന്നെ സമൂഹത്തിന് മുമ്പിൽ തേജോവധം ചെയ്യാനും എന്നെ ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിയത്. അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യം എന്താണെന്നും ധർമ്മം എന്താണെന്നും നീതി എന്താണെന്നും കേരളത്തിലെ ജനങ്ങളും പൊതുസമൂഹവും നീതിപീഠവും തിരിച്ചറിയും. ഇപ്പൊ സത്യത്തിൽ എന്റെ ജാമ്യത്തിലൂടെ എന്താണ് ഞാൻ പറഞ്ഞതെന്നും എന്താണെന്ന് കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഞാനൊരു കൊലവിളി പ്രസംഗവും നടത്തിയിട്ടില്ല. രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള ഒരു കലാപവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവനയിൽ ഒരുപക്ഷെ ഞാൻ രാജ്യസ്നേഹി ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകാരികമായിട്ട് എനിക്ക് എന്റെ രാജ്യത്തിനോട് വളരെ ആത്മബന്ധവും എന്റെ രാജ്യത്തെ അഭിമാനമായി കരുതുന്ന ഒരാളാണ്. അപ്പൊ രാജ്യത്തിനെതിരെയുള്ള ഒരു കലാപമായതുകൊണ്ട് ഒരു പക്ഷേ വൈകാരികമായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടാകാം. ആ വൈകാരികത ഞാൻ ഏതെങ്കിലും വ്യക്തിയെ വധിക്കാനോ അല്ലെങ്കിൽ വ്യക്തിക്കെതിരെയുള്ള വധത്തിനുള്ള ആഹ്വാനമോ അല്ല ചെയ്തത്. ഞാൻ രാജ്യത്ത് നടക്കുന്ന നിയമ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞത്. അത് ലഡാക്കിൽ നടന്നതായിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ സുവർണക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന കലാപങ്ങളൊക്കെ ചരിത്രത്തിൽ അങ്ങനെയുണ്ട്. അവിടെ ഞാൻ സ്വാഭാവികമായിട്ട് എന്താണ് രാജ്യത്തിന്റെ വ്യവസ്ഥിതി എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനെ കൃത്യമായിട്ട് വഴിതിരിച്ചുകൊണ്ട് ഞാൻ വധാഹ്വാനത്തിനുള്ള ശ്രമം നടത്തി, ഞാൻ കലാപത്തിനുള്ള ശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കള്ളക്കേസുകളാണ് എനിക്കെതിരെ ചുമത്തിയത്. പക്ഷേ നീതിപീഠത്തിന് അത് കൃത്യമായിട്ട് അതിനൊന്നും വസ്തുതയില്ല, അതൊക്കെ പൊള്ളത്തരമാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ മനസ്സിലാക്കി. എനിക്ക് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ മാത്രമല്ല, ഞാനൊരു പൊതുസമൂഹത്തിൽ വിദ്യാർത്ഥികളെ പഠിക്കുന്ന ഒരു അധ്യാപകനാണ്. ഇപ്പൊ ഒരു 3000-ഓളം വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിൽ അധ്യാപകനാണ് ഞാൻ. ജാതി മതഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികളും വളരെ സ്നേഹത്തോടുകൂടി ഇടപഴകുന്ന, നിങ്ങൾ പെരാമംഗലം സ്കൂളിലെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ഇടപഴകുന്ന ഒരു അധ്യാപകനാണ്. അങ്ങനെ അധ്യാപകൻ എന്ന എന്റെ സൽപ്പേരിനെ പോലും കളങ്കം വരുത്തുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് നടത്തിയത്. പക്ഷേ പ്രസ്ഥാനവും പാർട്ടിയുടെ പ്രവർത്തകരും ജില്ലാ പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റും അടക്കമുള്ള സുജയ് സേനൻജി അടക്കമുള്ള ആളുകളും നമ്മുടെ കെ അനീഷ് കുമാർജി അടക്കമുള്ള രാജീവ് ജി അടക്കമുള്ള എല്ലാ ആളുകളും എന്റെ കൂടെ ഉറച്ചു നിന്നു. ഞാൻ പറഞ്ഞ പ്രസ്താവനയിൽ വൈകാരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ രാജ്യത്തിനെതിരെ കലാപം നടത്തുന്ന ആളുകൾക്കെതിരെയുള്ള എന്റെ നിലപാട്, അതിൽ ഒരു നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഞാൻ നീതിപീഠത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. നീതിപീഠം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പ് ഇല്ല, അല്ലെങ്കിൽ അതിൽ അത്രമാത്രം ഇവർ പറയുന്ന രീതിയിൽ രാജ്യദ്രോഹത്തിനോ അല്ലെങ്കിൽ വധശ്രമത്തിന് കേസെടുക്കൽ വകുപ്പില്ല എന്ന് നീതിപീഠത്തിന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ജാമ്യം കിട്ടിയത്. അപ്പോൾ നവരാത്രി ദിനം ഒരു സന്തോഷത്തിന്റെ കൂടി ദിനയാണ്. എന്റെ കൂടെ നിന്ന ആത്മാർത്ഥതയോട് നിന്ന എല്ലാ പ്രവർത്തകർക്കും, ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിനും, നമ്മുടെ സംഘപരിവാറിലെ പ്രവർത്തകർക്കും എല്ലാവർക്കും ഈ നവരാത്രി ദിനിൽ നവരാത്രി ആശംസകളും എന്റെ നന്ദിയും കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. ഈ അല്പം മുമ്പ് പറഞ്ഞ ഈ സത്യമേവ ജയതേ, അതപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കോടതിക്ക് ബോധ്യമായി എന്നുള്ളതല്ല, സത്യം കോടതിക്ക് ബോധ്യമായി എന്നുള്ളതല്ല. തീർച്ചയായും അത് അവരുടെ ആരോപണങ്ങൾ ഒന്ന് നോക്കൂ. ഒരു അധ്യാപകനായിരുന്ന ഞാൻ ഈ രാജ്യത്താകമാനം പല രീതിയിൽ എന്നെ പല തേജോവധം ചെയ്യാനുള്ള ശ്രമം നടന്നു. രാജ്യത്താകമാനം ഞാൻ പറഞ്ഞത് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ആ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആ വാക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് എനിക്ക് അതിനകത്ത്. കാരണം ഒരു ചാനൽ ഡിബേറ്റ് ആകുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ പല നമ്മൾ എതിർ അവതാരികയായിക്കോട്ടെ, എതിർ കക്ഷിപ്പെട്ട ആളുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടുള്ള നമ്മുടെ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ ഞാൻ ഒരിക്കലും രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. ഈ രാജ്യത്തിലെ നിയമ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്റെ പരിമിതമായ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെ വക്രീകരിച്ചുകൊണ്ട് ഈ ചാനൽ അവതാരികയടക്കം അവരോട് ഈ വിഷയമുണ്ടായി. രണ്ടാമത്തെ ദിവസം ബോധപൂർവമാണ് ഈ ചാനൽ അവതാരിക വിഷയമുണ്ടായി. അന്ന് അവർ എന്നെ ഈ വിഷയം ഉണ്ടാക്കുന്ന മുമ്പ് എന്നെ അവർ വിളിച്ചു. ആ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച കാര്യമല്ല നിങ്ങൾ പ്രചരിപ്പിച്ചത്. അത് പ്രചരിപ്പിക്കുമ്പോൾ ഒരു അധ്യാപകൻ എന്ന രീതിയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും എന്നെ ആളുകൾ തെറ്റിദ്ധരിക്കും. ഞാനൊരു കൊലപാതക രാഷ്ട്രീയത്തിന്റെയോ കൊലയാളി രാഷ്ട്രീയത്തിന്റെ വക്താവായി ചിത്രീകരിക്കും. നിങ്ങൾ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇതിന് ഏത് തരത്തിലാണ് സമവായമാണോ വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ അവതാരികളോട് പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ചീപ്പ് പബ്ലിസിറ്റിക്കും ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടി വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് അവർ നടത്തിയത്. നിങ്ങൾ നോക്കുക, അവർ 3 തവണയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിബേറ്റുകൾ അവർ സംഘടിപ്പിച്ചത്. അപ്പൊ അതിനർത്ഥം വ്യക്തിപരമായിട്ട് എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക, വ്യക്തിപരമായി പൊതുസമൂഹത്തിനുള്ളിൽ എന്നെ തേജോവധം ചെയ്യുക, ഞാനൊരു കൊലയാളി മോഡൽ വ്യക്തിയാണെന്ന് സമൂഹത്തിനു മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള ആസൂത്രണ ശ്രമമാണ് നടന്നിരുന്നത്. പക്ഷേ പാറ പോലെ പാർട്ടി പ്രവർത്തകർ
കൂടെ ഉറച്ചു നിന്നു. കേരളത്തിൽ പൊതുസമൂഹത്തിന് പലരും ഈ ചാനലിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലും അറിയാതെ ഇവരുടെ ബൈറ്റ് കണ്ടും ഇവരുടെ ന്യൂസ് എഡിയും കണ്ടും പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. പൊതുസമൂഹത്തിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ആ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക. വൈകാരികമായിട്ട് ഏതെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്റെ വാക്കുകൾ കുറച്ചും കൂടി ശക്തമാണെങ്കിൽ ചിലപ്പോൾ ചില തിരുത്തലുകൾക്ക് ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് രാജ്യവിരുദ്ധ ശക്തികളോട് ഒരു തരത്തിലുമുള്ള സന്ധിയില്ല. രാജ്യത്തിനെതിരെ കലാപത്തിനോടുള്ള എന്റെ നിലപാട് ഇത് തന്നെയായിരിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കെ പി അത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. എന്തായാലും ഒരു അധ്യാപകനാണ്, താൻ ആരെയും ഹിംസിക്കാനല്ലേ, ഹിംസയോട് ഒരിക്കലും കൂട്ടുനിൽക്കാൻ